ഉൽപ്പത്തി പുസ്തകം 25:30 വാക്യം. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരേണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 2 പങ്കിനുള്ള അവകാശം എന്നൊരു വിഷയമാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, അവകാശമുള്ളവൻ തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് ക്ഷീണിച്ചു പോയാൽ അവനെ ഏറിയ അളവിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിവുള്ളവനായിരിക്കേണ്ടത് ആവശ്യമാണ്. വിലയേറിയ അവകാശം അത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ തിരികെ കിട്ടുകയില്ല. പായസം ഇന്ന് കിട്ടിയില്ലെങ്കിലും സാരമില്ല, നാളെ അത് എവിടെയും കിട്ടും. എന്നാൽ നിനക്ക് മാത്രം കൈമുതലായിരിക്കേണ്ടതും ശ്രേഷ്ഠമായതുമായ അവകാശം അത് നാളെ എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് കരുതരുത്. അങ്ങനെ കരുതിയാൽ സ്വർഗം അവനെ വിളിക്കുന്നത് മൂഢ എന്നാണ്. അങ്ങനെ നഷ്ടപ്പെടുത്തിയവരെ, അങ്ങനെ കരുതിയവരെ സ്വർഗം മൂഢ എന്ന് വിളിക്കുന്ന സമയം
മുൻപിലുണ്ട് എന്ന് തിരിച്ചറിവുള്ളവരായിരിക്കും. വിശ്വാസത്തിലും പ്രത്യാശയിലും ഒരിക്കലും ഒരു ദൈവ പൈതലിൽ ക്ഷീണം വ്യാപരിക്കുവാൻ ഇടയാകരുത്. നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ പ്രത്യാശയിൽ, നമ്മുടെ വേർപെട്ട ആരാധനാനുഭവത്തിൽ, നമ്മുടെ കൂട്ടായ്മ ബന്ധങ്ങളിൽ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ഒരിടത്തും ക്ഷീണം സംഭവിക്കുവാൻ നാം അനുവദിച്ചുകൂടാ. കൂടപ്പിറപ്പുകളെ, ക്ഷീണിച്ചു പോയാൽ നഷ്ടങ്ങളും പരാജയങ്ങളും ഉണ്ടാകുവാനിടയാകും. ആത്മീയ ക്ഷീണം ഒരുവനെ പലപ്പോഴും തകർച്ചയിലേക്കാണ് നയിക്കുന്നത്. ഒരുവൻ ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് സാത്താൻ അവൻ്റെ തന്ത്രവുമായി ക്ഷീണിച്ചവൻ്റെ അടുത്തേക്ക് വരുന്നത്. ജ്യേഷ്ഠാവകാശം സ്വന്തമായി ഉണ്ടായിരുന്ന ഏശാവ് തൻ്റെ അവകാശത്തിൻ്റെ വില എന്തെന്ന്, അതിൻ്റെ പ്രാധാന്യം എന്തെന്നത് തിരിച്ചറിഞ്ഞിരുന്നില്ല. വിലയില്ലാത്ത ഒന്ന് എൻ്റെ പക്കൽ ഇരുന്നിട്ട് എനിക്കെന്ത് കാര്യം എന്ന നിലയിൽ ചിന്തിച്ചവൻ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തൻ്റെ പക്കൽ ഉണ്ടായിരുന്ന ശ്രേഷ്ഠമായ അവകാശം വിറ്റുകളഞ്ഞു. തനിക്കിഷ്ടമുള്ള പായസം കണ്ടപ്പോൾ ജ്യേഷ്ഠാവകാശത്തെക്കാൾ വലിയ വില താൻ അതിന് കൽപ്പിച്ചു. വെളിമ്പ്രദേശത്ത് നിന്ന് കയറി വന്നവനായ ഏശാവ് വിശപ്പുള്ളവനും ക്ഷീണിതനുമായിരുന്നു. വിശപ്പടക്കുവാൻ കഴിയാതിരുന്നവന്റെ ക്ഷീണത്തെ മുതലെടുത്ത് ജ്യേഷ്ഠാവകാശത്തിനുള്ള വിലപേശലിൽ ഏശാവ് തന്നെ തന്നെയാണ് ഏൽപ്പിച്ചു കൊടുത്തത്. ജ്യേഷ്ഠാവകാശത്തിന്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞിരുന്നവനായ യാക്കോബ് തനിക്ക് ലഭിച്ച ആ അവസരം ശരിക്കും ഉപയോഗിച്ചു. ഏശാവിന്റെ ആവശ്യം ചുവന്ന പായസം, യാക്കോബിന്റെ ലക്ഷ്യം ജ്യേഷ്ഠാവകാശം. പായസത്തിൽ ഏശാവ് ആകർഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യാക്കോബ് തനിക്കുണ്ടാക്കിയ ചുവന്ന പായസം ഏശാവിന് കൊടുത്ത് പകരം തനിക്ക് ആവശ്യമായിരുന്ന ജ്യേഷ്ഠാവകാശം അവനിൽ നിന്നും സ്വന്തമാക്കി എടുക്കുന്നതിൽ വിജയിച്ചു. പ്രിയരെ, ദിവ്യമായ അവകാശങ്ങൾ, ശ്രേഷ്ഠമായ നല്ല ദാനങ്ങൾ സ്വന്തമായി ലഭിക്കപ്പെട്ടവർ ഇന്ദ്രിയജയമുള്ളവരായിരിക്കണമെന്നൊരു സത്യം ഈ വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകി തരുന്നുണ്ട്. അവർ ക്ഷീണിച്ചു പോകാതെ ബലം പ്രാപിച്ചവരായിരിക്കണം. ആകർഷിക്കുന്ന, വശീകരിക്കുന്ന ചില മണങ്ങളെയും രുചികളെയും ഇടങ്ങളെയും ഒക്കെ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടത് ഒരു ഭക്തന്റെ ജീവിതത്തിൽ ആവശ്യമാണ്. ക്ഷീണിച്ചു എന്ന് കരുതി ക്ഷീണം മാറ്റാൻ ഏത് വഴിയും നാം സ്വീകരിക്കരുത്. ആരുടെയും സൽക്കാരം സ്വീകരിക്കാം, എല്ലാവരുടെയും സൽക്കാരം സ്വീകരിക്കാം എന്നൊന്നും കരുതരുത്. ഏശാവ് പറഞ്ഞത്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന്? ക്ഷീണിച്ച ഏശാവ് ജ്യേഷ്ഠാവകാശം പായസത്തിനു വേണ്ടി അലക്ഷ്യമാക്കി കളഞ്ഞു. ദൈവജനം ദൈവമക്കൾക്ക് മുന്നറിയിപ്പ് തരുന്നു. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ എന്നാണ് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. ഒരു നാൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ അവകാശത്തിന്റെ വില തിരിച്ചറിയുകയും അത് തിരികെ കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നാഴിക മുൻപിൽ വരും. എന്നാൽ അന്ന് അത് ലഭിക്കുകയില്ല. ജ്യേഷ്ഠാവകാശം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രിയരെ. 2 പങ്ക് കിട്ടുവാനുള്ള അവകാശം, മകൻ എന്ന നിലയിലും ആദ്യജാതൻ എന്ന നിലയിലും. ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നു, അവരുടെ അപ്പൻ അവർക്ക് വെള്ളിയും പൊന്നും വിശേഷ വസ്തുക്കളുമായ വലിയ ദാനങ്ങളും യഹൂദായിൽ ഉറപ്പുള്ള പട്ടണങ്ങളും കൊടുത്തു. എന്നാൽ യഹോരാം ആദ്യജാതനായിരിക്കാൻ രാജത്വം അവന് കൊടുത്തു. വീണ്ടും ആവർത്തന പുസ്തകത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട്, തനിക്കുള്ള സകലത്തിലും 2 പങ്ക് അനിഷ്ടയുടെ മകന് കൊടുത്ത് അവനെ ആദ്യജാതനെന്ന് സ്വീകരിക്കണം. അവൻ അവൻ്റെ ബലത്തിൻ്റെ ആരംഭമല്ലോ, ജ്യേഷ്ഠാവകാശം അവനുള്ളതാകും. പ്രിയരെ, അവകാശത്തിൻ്റെ വില തിരിച്ചറിഞ്ഞവനായിരുന്നു തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന പ്രവാചക ശ്രേഷ്ഠന്മാരിൽ ഒരുവനായിരുന്നു ഏലിശ. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് ഏലിശയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുൻപേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരേണം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ഏലിശ, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്
എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. 2 പങ്ക് ചോദിക്കുവാനുള്ള അവകാശമാണ് എൻ്റെ പക്കലുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അവകാശത്തെ തന്നെ നഷ്ടമാക്കി കളയുകയില്ല, ഞാൻ ക്ഷീണിച്ചു പോകുകയില്ല എന്നൊരു ശക്തമായ തീരുമാനമാണ് എലീശ അവിടെ കൈക്കൊണ്ടത്. കൂടപ്പുറപ്പുകളെ, ആത്മീയ ജീവിത നിലവാരത്തിൽ ക്ഷീണിച്ചും മടുത്തും പോകരുത്. ക്ഷീണിച്ചു പോയാൽ അവകാശം നഷ്ടപ്പെടുത്തി കളയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ആകർഷിക്കുന്ന, വശീകരിക്കുന്ന, പ്രലോഭിപ്പിക്കുന്ന ചില വിശപ്പുകളെ അടക്കുവാനും നമ്മുടെ അവകാശം നമ്മിൽ തന്നെ സൂക്ഷിക്കുവാനും ഇരട്ടിപ്പങ്ക് പ്രാപിക്കുവാനുള്ള നമ്മുടെ മുൻപിലുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നവരായിട്ടും പ്രവർത്തിക്കുവാൻ, ജീവിക്കുവാൻ നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുകയും സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ കേട്ട് ബലപ്പെടുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി, നല്ല ദിവസത്തിനായി, നല്ല സന്ദർഭത്തിനായി കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുന്നു. വചനം കേട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും കർത്താവ് 2 പങ്കിനുള്ള അവകാശമുള്ളവരാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് തങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കുവാനും ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ ക്ഷീണമുണ്ടാകാൻ സാധ്യതയുള്ള സകല മേഖലകളെയും തകർത്തു കളഞ്ഞ് ക്ഷീണമില്ലാത്തവരായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് നിലകൊള്ളുവാൻ എല്ലാവരെയും സഹായിക്കണം. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. സ്വർഗം വലിയവ ചെയ്യുന്നതിനായി സ്തോത്രം, മഹത്വം അങ്ങേക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് അധികം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം. മാറാനാഥ.